ഫൈസൽ മുസ്ലിയാർ പോയതെന്തിനാ? സക്കരിയ സലാഹിയെ തിരുത്തിക്കാനാണ്. പക്ഷേ തിരുത്താൻ പോയ ഫൈസൽ മുസ്ലിയാർക്ക് സംഭവിച്ചത് എന്താ? മൂപ്പര് വന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. സക്കരിയ സലാഹി വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ പുഴയിൽ മുങ്ങുന്ന ഒരു മനുഷ്യൻ ജിന്നെ സഹായികളെ വിളിച്ച വിധി എന്താണ്? അതിന്റെ തുടക്കം അതാണ്. അദ്ദേഹത്തെ ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു. തുടക്കതായിരിക്കാം, പക്ഷെ പ്രസംഗത്തിൽ പറഞ്ഞതല്ല. പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടില്ല. ചോദിച്ചിട്ടുണ്ടാകാം, പക്ഷേ പിന്നീട് നടന്ന പ്രസംഗത്തിൽ പറഞ്ഞതും പിന്നീട് അതിനെ ന്യായീകരിച്ചതും ഈ ഫോൺ ചെയ്തതിന്റെ പേരിലല്ല. ഇത് ഫൈസൽ മുസ്ലിയാര് പിന്നീട് മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ്. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വക്കീലന്മാര് ചോദിക്കുന്നത് അതേപോലെ ചോദിച്ച് എന്നാ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുവോ എന്ന് ശ്രമിക്കുന്ന ആ അവസാനത്തെ വക്കീലിന്റെ ശ്രമം മാത്രമാണിത്. പക്ഷേ മുജാഹിദുകളുടെ ആദർശ കോടതിയിൽ ഒരു വക്കീലിനും രക്ഷപ്പെടാൻ കഴിയില്ല. അവസാനം വക്കീൽ കൂടി പ്രതിയാകുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ശിർക്ക് തന്നെയാണ്. ഇവൻ വീണ്ടും തിരിച്ചും മറിച്ചും ചോദിച്ചു. അപ്പോഴൊക്കെ അദ്ദേഹം ശിർക്ക് ഇത് പറഞ്ഞു. കാരണം അത് പ്രാർത്ഥനയായിട്ടേ വരുള്ളൂ, കൽബിൽ തഅല്ലുഖ് ഉണ്ടാവും, റജാ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, ആ റജാ ഒന്നും ഇല്ലെങ്കിൽ, ആ തഅല്ലുഖ് ഇല്ലെങ്കിൽ, ആ വക വിശ്വാസവും ഇല്ലെങ്കിൽ, ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ, അതൊന്നുമില്ല, ഒരു കേവലം വിളിയാണെങ്കിലോ? അപ്പൊ അദ്ദേഹം ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ ശിർക്ക് വരൂതല്ലോ. അത് പിന്നീട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ ശിർക്കും ശിർക്കലത്തും വേർതിരിക്കുന്നതിനടുത്ത് അദ്ദേഹം ഈ ഒരു ഉദാഹരണം പിന്നെ പറഞ്ഞു. അത് എടുത്തിട്ടാണ് ഇത് ആ പുഴയെ മുങ്ങുമ്പോ ജിന്നോട് വിളിക്കാന്ന് പറഞ്ഞു എന്നാക്കി മാറ്റിയത്. ഫോൺ വിളിക്കുന്നിടത്ത് പറഞ്ഞിട്ടില്ല, പ്രസംഗത്തിൽ ഫോൺ വിളി പറഞ്ഞിട്ടില്ല. പ്രസംഗത്തിൽ സ്വതന്ത്രമായി തന്നെ ഉദാഹരണം പറയണം. ഉമർ മൗലവിന്റെ തൗഹീദാണ് ഞങ്ങളെ തൗഹീദ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ആ ഉദാഹരണം ഇവിടെ എടുത്തു പറഞ്ഞത്. സക്കീസുനെ ഞാൻ തിരുത്തി എന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ സക്കീസിനോട് പറഞ്ഞു, നിങ്ങൾ ആ ഉദാഹരണം പറഞ്ഞത് ശരിയായില്ല, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്, അത് ദുരുപയോഗം ചെയ്യാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഉദാഹരണങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് പറയരുത് എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്. കേട്ടില്ലേ? മൂപ്പർക്കും എന്റെ അഭിപ്രായമുള്ളൂ, ഉദാഹരണം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും നമ്മക്ക് നേരെ തന്നെ അടി. ഉദാഹരണത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കുഴപ്പം. അങ്ങാടി കൂടി തുണി ഉടുക്കാതെ നടക്കണ കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാൾ കൂടിയിട്ട് എന്താ ചങ്ങായി ഈ തുണി ഉടുക്കാതെ നടക്കണത് എന്ന് ചോദിച്ചതാ കുഴപ്പം. അപ്പൊ ഫൈസൽ മുസ്ലിയാർ വന്നിട്ട് അങ്ങള് തുണി ഉടുക്കാതെ നടക്കണത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ ആളുകൾക്ക് നിങ്ങൾ തുണി ഉടുക്കാത്തതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കണുണ്ട് എന്ന് പറയുന്ന തരത്തിലാണ് ഈ ആളുകൾ രംഗത്ത് വരുന്നത്. ഇത് തിരുത്താൻ പോയ ഫൈസൽ മുസ്ലിയാരുടെ കോലം. ഇനിയോ തിരുത്തേണ്ടതാരാ? സക്കരിയ സലാഹിയാണ്. ഫൈസൽ മുസ്ലിയാർ ഇതൊക്കെ പറഞ്ഞു, നിങ്ങൾ തിരുത്തണം, ഈ ജാതി ഉദാഹരണമൊന്നും ഇനി പറയാൻ പാടില്ല എന്നൊക്കെ മൂപ്പരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് മൂപ്പര് പിന്നെ പറയുന്ന ഉദാഹരണം എന്താ? അതാണ് അതിനേക്കാൾ രസകരമായ ഉദാഹരണം. ട്രെയിൽ വീണാൽ സമീപത്ത് ആളില്ലെങ്കിൽ ജിന്നായ എന്ന സംഘത്തിലും ഭാവനകളിലും സങ്കല്പങ്ങളും കെട്ടിവെക്കുന്ന വിജ്ഞാന തൽപരതയില്ലാത്ത ചോദ്യങ്ങൾക്ക് പ്രബോധന വേദി ഉത്തരം പറയാതിരിക്കുന്നതിനേക്കാൾ ആ പ്രവണതയെ അവഗണിക്കുന്നല്ലേ കൂടുതൽ ഉത്തമമായത്. അപ്പോ ഒരു ചങ്ങാതി ഈ ന്യായം കേട്ടിട്ട് ചോദിച്ചാണ്, എന്ത് ഇതിങ്ങനെ ചോദിച്ചപ്പോഴാണ് മറുപടി പറഞ്ഞത് എന്ന് പിന്നെ ന്യായീകരിച്ചപ്പോ എന്നാ പിന്നെ അതിന് മിണ്ടാതാ പോരെ? ഈ ജാതി ഇങ്ങക്ക് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ അപ്പോ മിണ്ടാതിരുന്നാ പോരെ എന്നാണ് ചോദ്യം. പക്ഷെ അതിന് കഴിയില്ലല്ലോ, കാരണം മൂപ്പര് ഫത്വ ബോർഡ് മെമ്പറല്ലേ, ഇപ്പോഴും മെമ്പർ മാത്രല്ലേ. അപ്പം ചെയർമാനാകാൻ മോഹിച്ചു നിൽക്കുന്ന ഒരാള് എങ്ങനെ ഉത്തരം പറയാതിരിക്കുക? അപ്പൊ മൂപ്പര് അതിന് വിശദീകരണം കൊടുക്കുകയാണ്. നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും, കണ്ടോ ഉത്തരല്ല എന്നായിരിക്കും. പിന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞാലോ, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല. ഒരു ഉദാഹരണം വരെ, നിങ്ങളും ഒരു ജിന്നും കൂടി മീൻ പിടിക്കുക കേട്ടില്ലേ? ഇക്കാലം വരെ നിങ്ങൾ ആരെങ്കിലും ജിന്നിനെയും കൂട്ടി മീൻ പിടിക്കാൻ പോയിണോ? നമ്മളാരും പോയിട്ടില്ല. ഈ ആദർശത്തിൽ നിന്ന് പോയാലുള്ള അവസ്ഥയാണത്. ഇതൊക്കെ തന്നെയാ ലലാലുൽ ബഈദ് എന്നൊക്കെ പറയുന്നത് ഇതിനെപ്പറ്റിയാണ്. ലലാലും മുബീൻ എന്നൊക്കെ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പോയാൽ ഖുർആന്റെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, കഅന്നമാ ഖറ മിനസ് സമാ. ഇവിടെ ഉണ്ടോ പ്രയോഗം എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ പറയും അട്ടത്തുനിന്ന് വീണ പൊട്ടന്റെ മാതിരി. അങ്ങനെയാണ്. അട്ടത്ത് നിന്നിട്ട് വീണാൽ, ഒരു വേറെയുള്ള സ്ഥലത്ത് നിന്ന് വീണാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരവസ്ഥ. ഈ തൗഹീദി ആദർശത്തിൽ നിന്ന് പോകുമ്പോ പിന്നെ മീൻ പിടിക്കാൻ പോകുമ്പോ ആര് വേണ്ടി വരും?
ജിന്ന് വേണ്ടി വരും. അതെ ജിന്ന് സുഹൃത്ത് അങ്ങനെ വർത്താനം പറഞ്ഞേക്ക് ഇടയ്ക്ക് ഒരു മീൻ കൊത്തി വലിച്ചു നിങ്ങളെ ഗൾപ്പിളും പോണു. എടാ ഒന്ന് പിടിക്കടാ ജിന്നേന്ന് പറഞ്ഞു. അത് ചെറുക്ക അതുപോലത്തെ ഒരു സംഗതിയാണ് ആ പറഞ്ഞത്. അത് ചെറുക്കാന്ന് ആരെങ്കിലും പറയോ? മുജാഹിദികൾ പറയും. മുജാഹിദികൾക്ക് അതിലൊരു തർക്കമില്ല. മുജാഹിദികൾക്ക് അതിൽ തർക്കമില്ല. 2012 ശേഷമുണ്ടായ തൗഹീദല്ല അത്. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാഹി കേരളത്തിന്റെ പണ്ഡിതന്മാർ സെയ്ദ് മൗലവിയെ പോലെയുള്ള ആളുകൾ പൊന്നാനിയിൽ പടക്കങ്ങൾ ഏറ്റുവാങ്ങി പഠിപ്പിച്ച തൗഹീദാണത്. അലവി മൗലവിയെ പോലെയുള്ള ആളുകൾ പതി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ളവരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി പഠിപ്പിച്ച തൗഹീദാണത്. വെള്ളിയഞ്ചേരിയിലും പൂനൂരിലും കടവത്തൂരിലും കൊട്ടപ്പുറത്തും കുറ്റിച്ചിറയിലും വാദപ്രതിവാദങ്ങൾ നടത്തി കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സിൽ മുജാഹിദുകൾ സ്ഥാപിച്ചെടുത്ത തൗഹീദാണത്. അൽമനാറിലൂടെ അതേപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ അത്തൗഹീദ് പോലെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിലൂടെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലൂടെ ഇങ്ങനെ നിരവധി പ്രസിദ്ധീകരണങ്ങളിലൂടെ കേരളത്തിലെ മുജാഹിദികളുടെ മനസ്സിൽ ഇസ്ലാഹി പണ്ഡിതന്മാർ സ്ഥാപിച്ചെടുത്ത തൗഹീദാണത്. ആ തൗഹീദിനാണ് ജിന്ന് സൂറത്തിനെയും കുട്ടി മീൻ പിടിക്കാൻ പോയി സക്കരിയ സലാഹി കത്തിവെക്കുന്നത്. ഇനി ആലോചിച്ച് നോക്കിയ ഈ ജിന്നിനെ കൂട്ടി പോണോൻ ചൂണ്ടലും കൊണ്ടുപോണോ? ജിന്ന് വെള്ളത്തിൽ മുങ്ങൂലേ? ജിന്നിനോട് പറഞ്ഞാ പോരെ മുങ്ങിയിട്ട് നല്ലൊരു മീൻ പിടിച്ചിട്ടുണ്ടാടാൻ. ജിന്നിനെയും കൂട്ടി നേരെ കോഴിക്കോട് പോയി കടപ്പുറത്തിരുന്ന് ചാടടാ, എന്നിട്ട് ആ നല്ലൊരു അയക്കൂറ പിടിച്ചുണ്ടോ എന്ന് പറഞ്ഞാ പോരെ. ഈ പാവം മണ്ണര ഇതിന്റെ മുകളിൽ ചൂണ്ടലിന് മുകളിൽ കോത്ത് വേലും കൊണ്ട് പുഴവക്കിലിരിക്കണോ? അതാ വിവരക്കേട് എന്ന് പറഞ്ഞാൽ. ഇതാണ് വിവരക്കേട്. ആദർശം ശിർക്ക്, ഈ പറഞ്ഞത് വിവരക്കേട്. ഇത്ര എന്തായില്ലേ? ആ സങ്കല്പാണല്ലോ, പൊതു സങ്കല്പല്ലേ. അപ്പൊ അതാണ് അവിടെ അത് ശിർക്കാന്ന് പറഞ്ഞ അടുത്ത ചോദ്യം വരും. അപ്പൊ പിന്നെ യാ ഇബാദത്ത് ശിർക്കാണ്ടേ? അപ്പൊ ഇവിടുത്തെ ജിന്നിനോട് തൊട്ടടുത്ത് ശബ്ദം കേൾക്കുന്നതിന്റെ ഇതിൽപ്പെട്ട കൈ പിടിക്കലതിന്റെ കൈപ്പെട്ടതല്ലേ? അത് ചോദിച്ചാൽ ശിർക്കല്ലെങ്കിൽ വിജനപ്രദേശം ശിർക്കാകണ്ടേ? അപ്പൊ അത് ശിർക്കാണ്. അപ്പൊ ഇമാം അഹമ്മദ് ശിർക്കാണ്. അപ്പൊ നിങ്ങൾ 2012 നിങ്ങളും ശിർക്കില്ല അറിയിപ്പിക്കാൻ അതൊക്കെ അത് മനസ്സിലാക്കിയിട്ട് വാല് പൊന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ടാണ് അതിന്റെ ഹുക്കുമ ഞാൻ അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മരിക്കാനായ ആൾ ഇതൊന്നും ഞാൻ പറഞ്ഞല്ല, ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്. കേട്ടില്ലേ? മൂപ്പര് ചിരിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഇത്ര അപമാനിക്കുന്ന തരത്തിലുള്ള പിഴച്ച വാദവുമായി രംഗത്ത് വന്ന് നാട്ടിൽ മുഴുവൻ ഫിത്നയുണ്ടാക്കി ചർച്ചയ്ക്ക് വേണ്ടി വെല്ലുവിളിക്കുമ്പോൾ ഞാൻ നാട് മുഴുവൻ നടന്ന് പ്രസംഗിക്കട്ടെ, എന്നിട്ട് ചർച്ച നടത്താം, എന്നിട്ട് സംവാദം നടത്താം എന്ന് പറയുന്ന ഈ മൗലവി ഈ തമാശ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുകയാണ്. മുജാഹിദുകൾ കെട്ടിപ്പടുത്ത തൗഹീദിന്റെ അടിത്തറ മാന്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഇയാൾ പൊട്ടിച്ചിരിക്കുന്നത്. അല്ലേ? പണ്ടു ഇങ്ങനെ പൊട്ടിച്ചിരിച്ചയാൾ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലേ? അധ്വാനിച്ച് പാറക്കല്ല് മുകളിലേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി ആ മുകളിലെത്തുന്ന സമയത്ത് അതിന്റെ പിടിവിട്ട് താഴെ കുരുണ്ടുപോകുന്ന കല്ല് നോക്കി പൊട്ടിച്ചിരിച്ച നാറാണത്ത് ഭ്രാന്തന്മാർ കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷേ ഈ പണ്ഡിതന്മാർ, ഈ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ പാറക്കല്ല് ശിർക്കിൽ നിന്ന് ഈ സമുദായത്തെ മുക്തമാക്കി ഈ സമുദായമാകുന്ന പാറക്കല്ലിനെ ശിർക്കിന്റെ ചളിക്കുണ്ടിൽ നിന്ന് തൗഹീദിന്റെ ഉന്നതിയിലേക്ക് ഉരുട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ രക്തത്തിന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ മണം ആ പ്രവർത്തനത്തിനുണ്ട്. എന്നിട്ടോ മുകളിലെത്തിയപ്പോ അത് ഉരുട്ടി താഴേക്കിട്ട് അത് താഴെ വീണ് പൊട്ടിച്ചിതറുന്നത് നോക്കി പൊട്ടിച്ചിരിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിയും. ആ ചോരയിലും ആ വിയർപ്പിലും പങ്കാളികളായവർക്ക്, ആ ചോരയുടെ ആ വിയർപ്പിന്റെ ആ വേദനയുടെ ചരിത്രം മനസ്സിലാക്കിയവർക്ക് ഇല്ല സ്വലാഹി തങ്ങളോടൊപ്പം ചിരിക്കാൻ കഴിയില്ല.